ഇനി നെക്സ്റ്റ് വരക്കാനുള്ള ഒരു ചിത്രം കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വരക്കേണ്ട ചിത്രം. ഇതും വരക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 120 82 പിന്നെ 30 30 34 മൊത്തം 94. അപ്പോൾ 120 82 94ന്റെ ഒരു റെക്ടാങ്കുലർ പ്രിസം വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഒരു സർക്കുലർ ത്രൂ ഹോൾ ഉണ്ട്, അത് ഇതിലെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഒരു ആർക്കിന്റെ ഹോൾ ഉണ്ട്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ ഈ ഒരു റെക്ടാങ്കുലർ ത്രൂ ഹോൾ ഉണ്ട്, ഇതും കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്രയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ബേസിൽ നിന്ന് മേലോട്ടേക്കാണ് വരച്ച് പോകേണ്ടത്. അതാണ് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ബേസിൽ നിന്ന് മേലോട്ടേക്കാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് പ്ലെയിൻ ആണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രൂഡ് പ്ലേസ്മെന്റ് ഡിഫൈൻഡ് ടോപ്പ് പ്ലെയിന് സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് പ്ലെയിനിലാണ് നമുക്ക് വരക്കേണ്ടത്. ടോപ്പ് പ്ലെയിനിൽ നേരെ മുകളിൽ നോക്കിയാൽ കാണുന്ന ഈ ഒരു സ്ക്വയർ പ്രിസം, ഇതൊക്കെ കട്ടിങ് വരുന്നതിന് മുമ്പുള്ള ഈ ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ഡയമെൻഷൻ 120 82 ആണ്. നമ്മളിവിടെ ഒരു സ്ക്വയർ അല്ല, റെക്ടാങ്കുലർ പ്രിസത്തിന്റെ ഈ ഒരു റെക്ടാങ്കുലർ സർഫേസ് ആണ് നമ്മൾ ടോപ്പ് നോക്കിയാൽ കാണാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം വരക്കേണ്ടത്. 120 82ന്റെ റെക്ടാങ്കിൾ ആദ്യം വരക്കാം. അപ്പോൾ അതിന് നമ്മൾ റെക്ടാങ്കുലർ ടൂള് സെന്റർ റെക്ടാങ്കിൾ എടുക്കുന്നു, സെന്റർ ക്ലിക്ക് ചെയ്യുന്നു, കോർണർ ക്ലിക്ക് ചെയ്യുന്നു, എസ്കേപ്പ് വെക്കുന്നു. ഇതിന്റെ ഡയമെൻഷൻ കൊടുക്കുക. 120 82 ആയിരുന്നു ഡയമെൻഷൻ വരുന്നത്. 120 82. ഇനി ഓക്കെ കൊടുക്കുക. ഇനി ഇതിന്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് എത്രയാണ് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. 120 82 കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഡയമെൻഷൻ എന്ന് വെച്ചാൽ 94ആണ്. ഇതിന്റെ ടോട്ടൽ വരുന്നത് 94ആണ്. അപ്പോൾ ആ 94 ഇവിടെ കൊടുക്കുക. 94. ഓക്കെ, 94 ആയി. ഇനി ഈ ഓക്കെ ബട്ടൺ അല്ലെങ്കിൽ മൗസിന്റെ സെൻട്രൽ ബട്ടൺ സ്ക്രോൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താലും അത് ഓക്കെ ആയി മാറിക്കോളും. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ബേസിക് സ്ട്രക്ചർ. ഇതിന്റെ മേലെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിനൊരു വഴിയില്ലെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് പ്ലെയിനിന് മേലോട്ടേക്കാണ് എക്സ്ട്രൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് പ്ലെയിനിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഡയമെൻഷൻ 120 82 ആണ്. ടോപ്പ് പ്ലെയിൻ എവിടെയുള്ളത് നോക്കിയാൽ അപ്പോൾ ടോപ്പ് പ്ലെയിൻ നമുക്ക് ഇവിടെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടുന്ന് മുകളിലോട്ടേക്കാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ലെങ്ത് 120 ആയിരിക്കണം, ഇത് 82 ആയിരിക്കണം, ഇത് 94 ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ഡയമെൻഷൻ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു റെക്ടാങ്കുലർ പ്രിസം അതിന്റെ ബേസ്, ഇതാണ് ബേസ്, ഈ ബേസിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കാം. അപ്പൊ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഇതിന്റെ ബേസ് താഴെ വരുന്ന രീതിയിൽ വെക്കാം. അപ്പൊ അങ്ങനെ വെച്ച് വരക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ബേസിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. അപ്പൊ ഈ ബേസ് ഇത് 120 ഇത് 82, ഈ ഹൈറ്റ് 94. ഇനി നമ്മുടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെക്ടാങ്കുലർ ഗ്രൂവ് കട്ട് ചെയ്യേണ്ടതുണ്ട്. റെക്ടാങ്കുലർ ഗ്രൂവ് വരുന്നത് ഈ ഒരു എഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 34, ഈ ഒരു എഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് 34, ഇതിന്റെ ഡെപ്ത് 12. അപ്പോൾ ആ രീതിയിൽ ഒരു കട്ടിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ അത് വരക്കാനായിട്ട് ഇതിന്റെ മുകളിലത്തെ സർഫേസ് ആണ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്, കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എക്സ്ട്രൂഡ് പ്ലേസ്മെന്റ് ഡിഫൈൻഡ് മുകളിലത്തെ സർഫേസ് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം ഈ ഒരു സൈഡ്, ഈ ഒരു എന്താ പറയാ വീതി കുറഞ്ഞ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, 82ന്റെ സൈഡ്, ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ എഡ്ജ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സൈഡ് എഡ്ജ് ഇതാണ്. ലൈൻ കമാൻഡ് എടുക്കുക, ഈ ഒരു ഭാഗം ലൈൻ വരക്കുക. ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡും വരക്കുക. ഇനി നമ്മൾ ഓഫ്സെറ്റ് ഓപ്ഷൻ എടുക്കുക. ഓഫ്സെറ്റ് എറോ മാർക്ക് ഇങ്ങോട്ടാണുള്ളത്. അപ്പൊ നമുക്ക് ഡയമെൻഷൻ നോക്കിയാൽ കാണാം 34ആണ്. അത് കിട്ടേണ്ടത് എങ്ങോട്ടാണ് നോക്കിയാൽ മതി. 34 ഈ ഡയറക്ഷനിലേക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ -34 അടിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് കിട്ടി. ഇനി ഈ ലൈൻ സെലക്ട് ചെയ്യുക ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ എറോ മാർക്ക് ഇങ്ങോട്ട് തന്നെയാണ്, ഡയറക്റ്റ് 34 കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ ഒപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3D എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ലൈൻ എക്സ്ട്രാ കിടക്കുകയാണെങ്കിൽ എക്സ്ട്രൂഷൻ നടക്കില്ല. അപ്പോൾ എപ്പോഴും ആവശ്യമില്ലാത്ത ലൈൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ആ ലൈൻ എവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ലൈൻ എടുക്കാം. ഓക്കെ, ഈ ഒരു റെക്ടാങ്കുലർ ഗ്രൂവ് ആണ് നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ മുകളിലാണ് കട്ട് ചെയ്യാനുള്ളത്. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അത് നേരെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് മുകളിലേക്കല്ല വേണ്ടത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ഡെഫിനിഷൻ കൊടുക്കുക, എക്സ്ട്രൂഡ് ടു താഴോട്ടേക്കാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത് കണ്ട താഴോട്ടേക്ക് വരുമ്പോൾ ഇവിടെ മെറ്റീരിയൽ റിമൂവൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി മെറ്റീരിയൽ റിമൂവൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ അത് പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഗ്രൂവിൻ്റെ ഹൈറ്റ് 12 ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ 12 അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കട്ടിങ് അവിടെ ഇട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് ഒന്നുകിൽ ഈ ഒരു സർക്കുലർ വരക്കാം, ഏതെങ്കിലും. ഞാൻ ഈ സർക്കിളിൻ്റെയാണ് ആദ്യം വരക്കുന്നത്. സർക്കിൾ വരുന്നത് ഈ ഒരു സർഫേസിലാണ്. ഈ ഒരു സർഫേസിലാണ് എക്സ്ട്രൂഡ്, പ്ലേസ്മെന്റ്, ഡിഫൈൻഡ്, സ്കെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെയാണ് നമുക്ക് സർക്കിൾ വരേണ്ടത്. സർക്കിൾ ഇത് ഈ ഒരു പ്ലെയിന് സിമെട്രിക് ആണ് അപ്പുറത്തും ഇപ്പുറത്തും. അതുകൊണ്ട് തന്നെ സർക്കിൾ ഇവിടെ നോക്കിയാൽ കാണാം. സർക്കിൾ പ്രത്യേകിച്ച് അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സെൻട്രൽ ലൈനൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻട്രലായിരിക്കും സർക്കിൾ ഉണ്ടാവുകയെന്ന് കണക്കാക്കാം. പക്ഷെ ഇവിടെ 47 ഹൈറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഡയറക്ഷനിൽ എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെൻട്രലായിരിക്കും ഉണ്ടാവുകയെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ എഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഉള്ള രീതിയിൽ അത് ഈ ഒരു പ്ലെയിൻ തന്നെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലേട്ടേക്ക് 47 ഹൈറ്റിലാണ് നമ്മുടെ സർക്കിളും ഈ ഒരു ആർക്കൊക്കെ ഒരൊറ്റ ലൈനിലാണ് അതിൻ്റെ സെൻറ്റർ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എഡ്ജിൽ നിന്ന് മേലോട്ടേക്ക് 47 എന്ന് ഓഫ്സെറ്റ് ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യാം. ഏത് ലൈനാണോ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. നമ്മളത് ലൈന് വരക്കാൻ തന്നെ വേണമെങ്കിലും ഓഫ്സെറ്റ് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു പണി കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുന്നു. താഴോട്ടേക്കാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്, -47. ഓക്കെ, ക്ലോസ്. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ്. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി സർക്കിൾ സെൻറ്റർ ആൻഡ് പോയിന്റ് സർക്കിൾ എടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ്. ജസ്റ്റ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോകാഡിലെ പോലെ തന്നെ ഓസ്നാപ്പ് പോലെ തന്നെ അവിടെ നമുക്ക് വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് ആ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, സർക്കിൾ വരച്ചിടുക, എസ്കേപ്പ് നിൽക്കുക. ഇനി അതിൻ്റെ ഡയമീറ്റർ ഇനിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡയമീറ്റർ എത്രയുള്ള നോക്കാം. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 38 ഡയമീറ്റർ. ആ ഒരു 38 ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി എസ്കേപ്പ് വയ്ക്കുക. എസ്കേപ്പ് വയ്ക്കുമ്പോൾ ഇവിടെ പർപ്പിൾ കളറിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെയോ എക്സ്ട്രാ ലൈനുകളുണ്ട്, ഇവിടെ ഒരു എക്സ്ട്രാ ലൈൻ കിടക്കുന്നുണ്ട്. അത് ഡിലീറ്റ് ചെയ്താൽ മതി, എന്നാലാണ് ഇത് എക്സ്ട്രൂഡായി കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന ഈ ഡയറക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് അങ്ങോട്ടേക്കാണ്. മെറ്റീരിയൽ റിമൂവ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ത്രൂ ഹോളാണ് പറയുന്നത് അല്ലേ. ത്രൂ ഹോൾ എന്ന് വെച്ചാൽ ഈ ഒരു ഹോൾ ഇതിലേ പാസ് ചെയ്ത് ഇതിൻ്റെ ഇപ്പുറത്തെ സർഫേസ് വരെ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പുറത്തെ സർഫേസ് വരെ സർഫേസ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ സർഫേസ് വരെ ഹോൾ കട്ടിയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. അപ്പോൾ ആ സർക്കിളായി, സർക്കിൾ ത്രൂ ഹോൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റെക്റ്റാങ്കുലർ ത്രൂ ഹോളും കൂടി വരക്കാം. റെക്റ്റാങ്കുലർ ത്രൂ ഹോളിൻ്റെ ഡയമെൻഷൻ എങ്ങനെയല്ലേ നോക്കണം. ഡയമെൻഷൻ അതിൻ്റെ പൊസിഷൻ, ഡയമെൻഷൻ എന്ന് വെച്ചാൽ 34 ലെങ്ത്തും 26 വീതിയാണ്. ഇനി അതിൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത് നോക്കണം. അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മുകളിൽ നിന്നും താഴെ നിന്നും 30 വിട്ടിട്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. മുകളിൽ നിന്ന് 30, താഴെ നിന്ന് 30, അവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി ഈ സൈഡിലുള്ള പൊസിഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 82 ഉണ്ടെങ്കിൽ അതിൽ 38 കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അതല്ല, നമുക്ക് ഇവിടെയുള്ള ഡയമെൻഷൻ നോക്കാം. 82 ടോട്ടൽ ഉള്ളതെങ്കിൽ അതിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് വരുന്നത് 26. അപ്പോൾ 82 - 26/2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അത് വരയ്ക്കാൻ വേണ്ടി ഈ ഒരു സർഫേസിലാണ് നമ്മൾ റെക്റ്റാങ്കുലർ ത്രൂ ഹോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രൂഡ് കൊടുക്കുക, പ്ലേസ്മെന്റ്, ഡിഫൈൻഡ്, ഈ ഒരു സർഫേസ് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ അറിയണം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മുകളിലത്തെ എഡ്ജും താഴത്തേക്ക് 30 രണ്ടും വിട്ടിട്ട് ഓഫ്സെറ്റ് ചെയ്യാം. മുകളിലത്തെ എഡ്ജും താഴത്തെ എഡ്ജും 30 ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓഫ്സെറ്റ് ഓപ്ഷൻ എടുക്കാം, ഈ ലൈൻ സെലക്ട് ചെയ്യാം, 30. ഇനി താഴെ നിന്ന് മുകളിലോട്ടേക്ക് 30 ഓഫ്സെറ്റ് ചെയ്യാം. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു രണ്ട് സൈഡുകൾ കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് സൈഡുകൾ കൂടി കിട്ടണം. ഈ രണ്ട് സൈഡ് എന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു എഡ്ജിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 82 - 26, അതായിരിക്കും ബാക്കിയുള്ള ഇത് രണ്ടും. അത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടുത്തെ വരെ ഡിസ്റ്റൻസ് കിട്ടൂല. നമ്മൾ കാൽക്കുലേറ്റ് എടുക്കാം. 82 - 26 56 ബൈ 2 ചെയ്താൽ 28. അപ്പോൾ
ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 28ഉം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 28ഉം ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെക്റ്റാങ്കിളിന് നമുക്ക് കിട്ടും. അപ്പോൾ ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ എഡ്ജാണ് ഇങ്ങോട്ടേക്ക് 28ൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് എറർ ഉള്ളത്, -28. ഇവിടെ 28ഉം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ലൈനുകൾ ആവശ്യമില്ലാത്ത, നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി ആവശ്യമില്ലാത്ത എല്ലാ ലൈനുകളും ഒഴിവാക്കി നമ്മുടെ ഓട്ടോക്കാഡിൽ ട്രിമ്മിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഡിലീറ്റ് സെഗ്മെന്റ്. ഇത് സെലക്ട് ചെയ്യാം. നമുക്ക് ഏതൊക്കെ ലൈനുകളാണോ ഒഴിവാക്കേണ്ടത് അതിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട എല്ലാ ലൈനുകളും പോയിട്ടുണ്ട്. എസ്കേപ്പ് വെക്കാം. എസ്കേപ്പ് ആക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ എവിടെയും ഒരു ലൈൻ എക്സ്ട്രാ കിടക്കുന്നില്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് എക്സ്ട്രൂഡ് ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഏറോ മാർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് ത്രൂ ഹോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർഫേസ് വരെ ആ ഹോള് ഉണ്ടാവണം. നമുക്ക് വീണ്ടും ഈ ഒരു ഓപ്ഷൻ എടുക്കാം. ത്രൂ ഹോളിന്റെ സർഫേസ് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കുലർ ത്രൂ ഹോളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേണ്ടത് ഈ ഒരു ആർക്കിന്റെ കട്ടിംഗ് ആണ്. ഈ ഒരു ആർക്കിന്റെ കട്ടിംഗ് 1, 2, 3, 4 എണ്ണം ഉണ്ടാവും. ഈ ഒരൊറ്റൊന്ന് മാത്രം വരച്ചു കഴിഞ്ഞാൽ മതി. ബാക്കി മുഴുവൻ നമുക്ക് മിററുകൾ ചെയ്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരൊറ്റൊന്ന് മാത്രം വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ആർക്കിന്റെ സെൻട്രൽ പൊസിഷൻ നിൽക്കുന്നത് 47ലാണ്. ആർക്കിന്റെ ഡയമെൻഷൻ വരുന്നതും കൂടി അറിയാൻ, കാരണം ആർക്കിന്റെ ഡയമെൻഷൻ റേഡിയസ് 32ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ ടോട്ടൽ 82ആണ്. അതിൽ 38ആണ് ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 82 - 38/2 ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് വരക്കണം. ആദ്യം നമുക്ക് ആർക്കിന്റെ കട്ടിംഗ് വരക്കാം. ആർക്കിന്റെ കട്ടിംഗ് ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർഫേസിലാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. എക്സ്ട്രൂഡ്, പ്ലേസ്മെന്റ്, ഡിഫൈനിൽ ഈ സർഫേസ് സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കും. ഓക്കെ. ഇനി നമുക്ക് ഒരു സെൻട്രൽ ലൈൻ വരച്ചാൽ മതി. സെൻട്രൽ ലൈൻ വരക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പോൾ വേറെ ലൈനുകളൊന്നും വരക്കണം. സെൻട്രൽ ലൈൻ എടുക്കുക. ഈ സർക്കിളിന്റെ സെൻറ്റർ നമുക്ക് ഇവിടെ കിട്ടണം. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്, ഈ സർക്കിളിന്റെ സെൻറ്റർ കിട്ടാൻ വേറൊരു വഴിയുള്ള എന്താണെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ചെയ്യാം. ഈ സർക്കിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ സർക്കിളിന്റെ സെൻറ്റർ നമുക്ക് ഇവിടെ കിട്ടും. ഈ സർക്കിളിന്റെ സെൻറ്ററിലൂടെ ഇനിയിപ്പോൾ കറക്റ്റ് സെൻറ്റർ കിട്ടും. ഈ സർക്കിളിന്റെ സെൻറ്റർ ഇവിടെ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഒരു സെൻറ്റർ ലൈൻ പോയിട്ടുണ്ട്. ഈ ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ അവസാനം മായ്ച്ചുകളെ മറന്നത്. ഞാനത് ഇപ്പം തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം. അപ്പോൾ നമ്മളെ ആർക്കിന്റെ സെൻറ്റർ പോയിന്റ് കിട്ടി. ഇനി ആർക്കിന്റെ സെൻട്രൽ പോയിന്റ് ഇവിടെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എഡ്ജും കൂടി നമുക്ക് ഇതിൽ വിസിബിൾ ആവും. അതിന് ആ എഡ്ജ് വിസിബിൾ ആവാൻ വേണ്ടി പ്രൊജക്റ്റ് ഓപ്ഷൻ എടുക്കുക. ഈ ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി സർക്കിൾ എടുക്കുക. സർക്കിൾ വരച്ചിടുക. ഇനി ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആർക്കിന്റെ ഡയമെൻഷൻ റേഡിയസ് 32 തന്നിട്ടുണ്ട്. അപ്പം ഡയമീറ്റർ 64 ആയിരിക്കും. നമ്മളിവിടെ 64 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ആർക്കിന്റെ ഡയമെൻഷൻ അവിടെ കിട്ടി. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, ആർക്ക് നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. ബാക്കി ആവശ്യമില്ലാത്ത മുഴുവൻ സാധനങ്ങളും ഒഴിവാക്കാം. അതിന് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നു. ആവശ്യമില്ലാത്ത മുഴുവൻ ഒഴിവാക്കി. ഇനി ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനി ഓക്കെ കൊടുക്കാം. ഇത് നമുക്ക് ഈ ഡയറക്ഷനിലേക്കാണ് കട്ട് ചെയ്ത് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ എറോ മാർക്ക് ഈ ഡയറക്ഷനിലേക്ക് കൊടുക്കാം. പിന്നെ ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന്റെ ഈ ഒരു അളവ് അത് 82 - 38/2 ആയിരിക്കും. അത് എത്രയാണ് നമുക്ക് നോക്കാം. 82 - 38 44/2 22 ആയിരിക്കണം ഇതിന്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 22 ഡബിൾ ക്ലിക്ക് ചെയ്യുക, 22 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ ഇത് കിട്ടി. ഇനി നമുക്കുള്ളത് ഇതിന് സിമെട്രിക് ആയിട്ട് ഏത് സർഫേസാണ്, ഈ ഒരു ഭാഗം സിമെട്രിക് ആകുന്നത് എവിടെയാണ്? ഇപ്പുറത്താണല്ലോ ഉള്ളത്. അപ്പൊ അത് ഏത് പ്ലെയിനിലാണ് സിമെട്രിക് ആകുന്നത് നോക്കാം. ഈ ഒരു പ്ലെയിന് സിമെട്രിക് ആണത്. അപ്പൊ അത് നമ്മൾ ഇത് മിറർ ചെയ്താൽ മതി ഇപ്പുറത്തേക്ക്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ലാസ്റ്റത്തെ എക്സ്ട്രൂഡ് ഏതാണെന്ന് നോക്കാം. എക്സ്ട്രൂഡ് 5 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അത് സെലക്ട് ചെയ്യുക, മിറർ ഓപ്ഷൻ എടുക്കുക. ഈ ഒരു പ്ലെയിനെ സിമെട്രിക് ആണ് തന്നെ ആ പ്ലെയിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിമെട്രിക് ആയിട്ട് അത് വരും. ഇനിയുള്ളത് ഈ രണ്ടും കൂടി, ഇനി ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു പ്ലെയിന് സിമെട്രിക് ആണ് ഈ രണ്ട് സൈഡുകൾ. അപ്പൊ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് വരച്ച സമയം പോകണ്ട. ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന മിറർ 1 ആണ് ഇത്, ഈ ഒരു കട്ടിങ്. എൻ്റെ എക്സ്ട്രൂഡ് 5 ആണ് ഈ ഒരു കട്ടിങ്.
ഇത് രണ്ടും കൺട്രോൾ ഞെക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ രണ്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇപ്പുറത്തേക്ക് മിറർ ചെയ്യാം. മിറർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ പ്ലെയിൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അതും അവിടെ സിമെട്രിക് ആയി വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിഗർ കഴിഞ്ഞു. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.